വയനാട്ടിലെ തന്നെ പുത്തുമല ഗ്രാമത്തെ ഇല്ലാതാക്കിയ ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 5 ആണ്ടാണ് എന്നുകൂടി പറയേണ്ടി വരുന്നത്. 2019 ഓഗസ്റ്റ് 8-നായിരുന്നു പുത്തുമലയുടെ മുകളിൽ നിന്ന് പച്ചക്കാട് എന്ന പ്രദേശം തകർന്നൊഴുകിയത്. 100-ലധികം വീടുകളും 17 മനുഷ്യരും ദുരന്തത്തിൽ ഇല്ലാതായി. ഹലോ, ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ പുത്തുമല എന്ന് പറയുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിനകത്താണ്. മേലെ ഭാഗത്തുനിന്നും വലിയൊരു മല പൊട്ടി ഉരുൾപൊട്ടിയിട്ട് ആളുകളെ കാണാത്തൊരു സാഹചര്യമുണ്ട്. ഒരു മഹാദുരന്തത്തിന്റെ കൂടി വേദന തിങ്ങുന്ന മേപ്പാടിയിൽ 5 വർഷങ്ങൾക്ക് മുൻപ് പെയ്ത പേമാരിയിലാണ് പുത്തുമല ഇല്ലാതായത്. 400ഓളം പേർ താമസിച്ച മേഖലയിൽ നിന്ന് എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ച മുൻകരുതൽ ഒരു മഹാദുരന്തം ഒഴിവാക്കിയെങ്കിലും 17 മനുഷ്യർ ഇല്ലാതായി. ചാലിയാറിൽ വരെ അന്നും ദിവസങ്ങൾ നീണ്ട തെരച്ചിൽ നടന്നു. മുഴുവൻ സംവിധാനങ്ങളും പുത്തുമലയുടെ പുതുജീവിതത്തിനായി നിരന്നു. ദുരന്തം ആദ്യം ലോകമറിഞ്ഞത് അന്നത്തെ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് സഹദ് പകർത്തിയ ദൃശ്യങ്ങളിലൂടെയായിരുന്നു. നമ്മൾ ആ പൊട്ടി ഓഗസ്റ്റ് മാസം 8-ാം തീയതി മുതൽ 7-ാം തീയതി മുതൽ 18 ദിവസം അതിന് രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പോയി. അവിടെ നമ്മൾ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ലായിരുന്നു. ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ മാറ്റി താമസിപ്പിക്കുക, അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു. ഓരോന്നിനും ഓരോ വിങ് ആക്കിയിട്ടാണ് തരം തിരിച്ചിരുന്നു. അതിൽ ഒരു ജനപ്രതിനിധി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, പിന്നെ മറ്റു സന്നദ്ധ സംഘടനകൾ, അങ്ങനെ 10ഓളം ടീമിന് ഓരോ ടീം, ഭക്ഷണം കൊടുക്കാനൊരു ടീം, ഇവരെ മാറ്റി താമസിപ്പിക്കാൻ വേറെ ടീം, വിദ്യാഭ്യാസ മേഖല കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായുള്ള സൗകര്യം നോക്കാൻ വേറെ, അങ്ങനെ വ്യത്യസ്തമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചതിൻ്റെ ഭാഗമായി തന്നെ എവിടെ ഒരു പോരായ്മ അങ്ങനെ എടുത്തു പറയാനൊക്കെ പോരായ്മ ഉണ്ടായിട്ടില്ല. പിന്നെ നല്ല ടീം വർക്കായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. സമൂഹത്തിൽ എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു. പിന്നീട് നടന്നത് അതിജീവന പോരാട്ടങ്ങളിലെ എക്കാലത്തെയും മാതൃകകളിലൊന്നായി മാറി. പൂത്തക്കൊല്ലിയിൽ ഹർഷം പുനരധിവാസ പദ്ധതിയിലൂടെ 52 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും സൗകര്യങ്ങളുമായി. 50ഓളം പേർക്ക് മറ്റിടങ്ങളിൽ വീടും ജീവിതവുമായി. 7 ഏക്കർ സ്ഥലത്ത് 52 കുടുംബങ്ങൾക്ക് വീട് വെച്ച് വിവിധ സംഘടനകൾ സ്പോൺസർ ചെയ്ത് വീട് വെച്ച് കൊടുക്കുകയുണ്ടായി. ഗവൺമെൻറ് 4 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി തുക വിവിധ സംഘടനകൾ കൂടി സ്പോൺസർ ചെയ്തിട്ടാണ് ഇവിടെ വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. 1,40,00,000 രൂപ അന്നത്തെ MP ആയിരുന്ന എളമരംകാരി MP-യുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻറ്റേർണൽ റോഡ് സൗകര്യങ്ങൾ, ഈ കാണുന്ന റോഡ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് അതൊക്കെ ടാർ ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് 52 വീട് പുത്തക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത്. ജീവിതത്തിന് മുന്നിൽ നിസ്സഹായരായി നിന്നവരെ നാനാദിക്കിലുള്ള മനുഷ്യരും സർക്കാരും പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചു. ഇവിടെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ സ്ഥിതി നല്ല ഉഷാറായി, നല്ല മനസ്സിന് നല്ല സന്തോഷമായി, നല്ല ഉഷാറായി. എല്ലാവരും ഇടപെട്ട് നല്ല ഉഷാറായിട്ട് എല്ലാവരും ഇടപെട്ടു. 5 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് മറ്റൊരു മഹാദുരന്തം കൂടി അല്പമകലെ മുണ്ടക്കയിൽ സംഭവിച്ചത്. കേടും കെടുതികളും കണക്കാക്കാൻ പോലും ആവാത്ത ദുരന്തത്തിൽ നിന്ന് കഠിന വേദനയോടെയെങ്കിലും നാം അതിജീവിക്കുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് പുത്തുമലയുടെ പുനരധിവാസം. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ ജിംഷിൻ സുരേഷിനൊപ്പം അനൂപ് KR.